ആർക്കാണ് ഡിസബിലിറ്റി? നമുക്കൊക്കെയാണ് ഡിസബിലിറ്റി, അവർക്കൊന്നും ഒരു ഡിസബിലിറ്റി ഇല്ല. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നലെ മുഖ്യമന്ത്രി പങ്കെടുത്ത ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ പരിപാടിയിൽ ഓട്ടിസം ബാധിച്ച ഒരു കുട്ടിയുടെ ഒരു പുസ്തകം പ്രകാശനം ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രി സംസാരിച്ച ഈ വാക്കുകൾ നമുക്കൊന്ന് കണ്ടു നോക്കാം. ഒരു മോഡലാണ് ഈ അമ്മ, എല്ലാ അമ്മമാർക്കും ഉള്ളൊരു മാതൃക കൂടിയാണ്, അറിയാതിരിക്കാൻ പറ്റും. ഞാനിവിടെ ഇന്ന് റിലീസ് ചെയ്ത പുസ്തകം ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഓട്ടിസ്റ്റിക് എഴുത്തുകാരൻ്റെയാണ്. ഞാനിന്ന് റിലീസ് ചെയ്ത ഈ പുസ്തകം ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഓട്ടിസ്റ്റിക് തത്വചിന്തകൻ്റെയാണ്. എന്തൊരു അഭിമാനമാണ് ഈ കുട്ടി നമുക്കെല്ലാവരും. ഞാൻ ഈ പുസ്തകം വായിച്ചപ്പോൾ നിറകണ്ണുകളോടുകൂടിയാണ് വായിച്ച് അവസാനിപ്പിച്ചത്. എനിക്ക് തോന്നി, ആർക്കാണ് ഡിസബിലിറ്റി? നമുക്കൊക്കെയാണ് ഡിസബിലിറ്റി, അവർക്കൊന്നും ഒരു ഡിസബിലിറ്റി ഇല്ല, അവർക്ക് ഡിഫറൻസ് ആണ്. ഒരു കാര്യം ഞാൻ ഉറപ്പു പറയുന്നു, ഈ വേദിയിൽ വെച്ച് ഈ സർക്കാർ ഈ കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിക്കാനുള്ള പുതിയ സംരംഭങ്ങൾ ഉണ്ടാകും. മുഖ്യമന്ത്രിയുടെ ഹൃദയത്തിൽ തട്ടുന്ന ഈ വാക്കുകൾ എത്ര കഠിന ഹൃദയനെയും ഒരു നിമിഷം ഒന്ന് പുറകോട്ട് ചിന്തിപ്പിക്കും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം മാത്രമാണ്. ലൈഫ് ഇത്രയേ ഉള്ളൂ എന്ന് മുഖ്യമന്ത്രി ഈ പറയുമ്പോൾ, ഈ കുട്ടികളെയൊക്കെ പോറ്റി വളർത്തുന്ന ആ അമ്മയ്ക്ക് കൊടുക്കുന്ന ആ അംഗീകാരം കൂടി കാണുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സ് നിറഞ്ഞു പോകുന്ന ഒരു സീനായിരുന്നു ഈ കണ്ടത്. നിഷ്കളങ്കരായ ഈ കുട്ടികളെ വളർത്തുന്ന ആ അമ്മമാരനുഭവിക്കുന്ന വിഷമങ്ങളൊക്കെ ഓർക്കുമ്പോൾ നമ്മളൊക്കെ എത്ര ഭാഗ്യം ചെയ്തവരാണെന്ന് തോന്നിപ്പോകുന്നു. കാരണം ഈ കുട്ടികളെ വളർത്തിക്കൊണ്ട് വരിക എന്നത് ഒരു വലിയൊരു റിസ്ക് തന്നെയാണ്. ഈ അമ്മമാരൊക്കെ അനുഭവിക്കുന്ന യാതന നമ്മളൊക്കെ ലൈഫിൽ 1000-1 പോലും അനുഭവിച്ചുണ്ടാകില്ല. അപ്പോൾ മുഖ്യമന്ത്രിയുടെ ഈ വാക്കുകൾ നിങ്ങൾക്കെല്ലാവർക്കും ഹൃദയത്തിൽ തട്ടിയെന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ നിങ്ങൾക്കെല്ലാവർക്കും ഗുഡ് ബൈ.